ഹായ് സുഹൃത്തുക്കളെ, ലിറ്റിൽ നയാഗര ഓഫ് തായ്വാൻ എന്നറിയപ്പെടുന്ന തായ്വാനിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ഷിഫൻ വാട്ടർഫാൾ കാണുവാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൈ ലാൻഡേൺ എന്ന് പറയുന്നത് നമ്മൾ ഗോഡിന് അയക്കുന്ന സന്ദേശമാണ്. നമ്മളുടെ വിഷസും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ലാൻഡേണിൻ്റെ വിശ്വാസമായിട്ട് ലാൻഡേൺ പറന്നു പോകുന്നു. തായ്വാനിലെ നയാഗര വെള്ളച്ചാട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ഷിഫൻ വാട്ടർഫാൾ. നമ്മളങ്ങനെ പതിയെ റിഫാൻ സ്റ്റേഷനിൽ നിന്നും ഷിഫനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലമ്പ്രദേശത്തൂടെ പോകുന്നതുകൊണ്ടായിരിക്കും ട്രെയിൻ വളരെ സ്ലോയിൽ ആടി ഒലഞ്ഞാണ് പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഷിഫൻ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഷിഫൻ ലോക്കൽ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഈ ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഷിഫൻ വാട്ടർഫാളിലേക്ക് പോകാനായിട്ട്. ഷിഫനിലെ ഏറ്റവും നല്ല കാഴ്ച എന്ന് പറയുന്നത് തന്നെ ലാൻഡേൺ പറത്തുന്നതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളിവിടെ വന്നിട്ട് ഒരു ലാൻഡേണൊക്കെ പറത്താം. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇവിടെ. ഇതിപ്പോൾ കണ്ടറിയാം, ആൾക്കാരെല്ലാം റെയിൽവേ ട്രാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ട്രെയിൻ വരുന്ന സമയത്ത്, ട്രെയിൻ വരുന്ന സമയത്ത് മാത്രമേ ആളുകൾ ഈ ഒരു ട്രാക്കിൽ നിന്ന് മാറുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയൊക്കെ ഒരുപാട് സുവനീറുകളും മറ്റുമൊക്കെ അവൈലബിൾ ആണ്. ഈ ആളുകളെല്ലാം ഈ ഒരു ലാൻഡേൺ പറത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ ഒരു റെയിൽവേ ട്രാക്കിൽ. സ്കൈ ലാൻഡേൺ എന്ന് പറയുന്നത് നമ്മൾ ഗോഡിന് അയക്കുന്ന സന്ദേശമാണ്. നമ്മളുടെ വിഷസും ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ലാൻഡേണിൻ്റെ 4 വശങ്ങളിലായിട്ട് എഴുതിയിട്ട് തീ കൊളുത്തുകയാണ്. കൊളുത്തിയിരിക്കുകയാണ്. ഇതാ ട്രെയിൻ വരുന്നുണ്ട്. ആ ലാൻഡേൺ കറക്റ്റ് കത്തിച്ച സമയത്ത് ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ലാൻഡേൺ അവർ തീ കൊളുത്തിയപ്പോഴത്തേനും ട്രെയിൻ വന്നു. ഇതാ നമ്മൾ മുമ്പേ വന്ന ട്രെയിനാണ്. അങ്ങനെ ട്രെയിൻ പോയി കഴിയുമ്പോഴത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ട്രെയിൻ പോയി കഴിയുമ്പോഴത്തെ ആളുകൾ ട്രാക്കിലേക്ക് ഓടിക്കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കത്തിച്ചു വെച്ചു. എന്തായാലും അവരത് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ പറത്തുകയാണ്. അങ്ങനെ വാനിലേക്ക് ഉയർന്നുകൊണ്ട് അവരുടെ വിഷസുമായിട്ട് ഈ ഒരു ലാൻഡേൺ വാനിലേക്ക് ഉയർന്നു പോവുകയാണ്. നമുക്കിനി ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം, ഇവിടെ മറ്റൊരു ലാൻഡേൺ പറത്തുന്നുണ്ട്. നമുക്കതിൽ ഇതിൻ്റെ ഒരു വിഷ്വലൂടെ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് ഷിഫനിലേക്ക് പോകാം. വിശ്വാസമായിട്ട് ലാൻഡേൺ പറന്നു പോകുന്നു. അപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ലാൻഡേണുകൾ ഇപ്പോൾ പറക്കുന്നുണ്ട്. അങ്ങനെ നിരവധി, ഒന്നിനു പുറകെ ഒന്നായി ആളുകൾ ലാൻഡേൺ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകളിലൊന്നാണ് ഈ ഒരു ലാൻഡേൺ കച്ചവടം. ഈ ഒരു റൂട്ടിലാണ് നമുക്കിനി ഷിഫനിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് നടക്കണം. ഇതേ ആളുകളൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടൊരു മാപ്പുണ്ട്. മാപ്പ് നോക്കിയിട്ട് നമുക്ക് ഷിഫൻ വാട്ടർഫാളിലേക്ക് പോകുന്നത്. അതായത് ഇതിൽ നോക്കുമ്പം ഷിഫൻ സ്റ്റേഷൻ, നമ്മളെത്തിയ സ്റ്റേഷൻ, ഷിഫൻ ഓൾഡ് സ്ട്രീറ്റ്, ഇത് നമ്മളെ ലാൻഡേണൊക്കെ പ്രത്യേക ഒരു ഓൾഡ് സ്ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് വഴിയുമ്പോൾ ഈ റോഡ് സൈഡിൽ കൂടെ, നമ്മളിപ്പോൾ പോയ സൈഡിൽ കൂടെ പോകും. നമുക്ക് എന്തായാലും സസ്പെൻഷൻ ബ്രിഡ്ജ് വഴി പോകും. അപ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വീണ്ടും മഴ ശക്തമാവുകയാണ്. അപ്പം ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് നമ്മൾ കടക്കുകയാണ്. കീലുങ് റിവർ നദിക്ക് കുറുകെയായിട്ടുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്. വളരെ മനോഹരമായിട്ട് ആളുകൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ എൻജോയ് ചെയ്ത് പോകുന്നുള്ളൂ. റിവറിൽ ആരും ഇറങ്ങുകയോ വെള്ളത്തിൽ ഒന്നും ചെയ്യുന്നില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ കൂടി ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ കീലുങ് റിവർ മനോഹരമാണ്. അപ്പോൾ നമ്മൾ മുമ്പേ ആ റോഡ് വഴി പോയിരുന്നെങ്കിൽ നമുക്ക് ഈ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിരിക്കുകയാണ്. വീണ്ടും മഴ തകർത്തുകൊണ്ടിരിക്കുകയാണ്.
ഹാങ്ങിങ് സസ്പെൻഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഇത് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ കീലും റിവറിൻ്റെ കാഴ്ച മനോഹരമാണ്. ഇവിടുന്ന് നമുക്ക് വിശാലമായിട്ട് ഈ റിവർ നമുക്ക് കാണാൻ സാധിക്കും. നിഗൂഢമായ വഴിയാണ്. ദേവു ഓടാൻ തുടങ്ങി മഴ പെയ്ത്, മഴയെല്ലാം കൊണ്ട് നനഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു നല്ലൊരു വെള്ളച്ചാട്ടം, ചെറിയ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം. മനോഹരമായിട്ടുണ്ട്. വളരെയധികം അള്ളുകളും നമുക്കിവിടെ കാണാം. വെള്ളം താഴേക്ക് ഊർന്നു വരുന്നത് കാണാൻ നല്ല രസമുണ്ട്. അള്ളുകളെന്ന് പറയുന്നത് വളരെ ഡേഞ്ചറാണ്. ഇതിലൊക്കെ കാല് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു ആംഗിള് അതിൽ ലോക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ മറ്റൊരു സസ്പെൻഷൻ ബ്രിഡ്ജിൽ ഇനിയും കയറണം. ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൽ കൂടി കയറിയാലാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ മുമ്പേ കയറിയ സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെയല്ല, അത്യാവശ്യം നല്ല ആട്ടമുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ആ ഒരു റെയിൽവേ ട്രാക്ക് കൂടി, നമ്മൾ വന്ന ആ ട്രെയിൻ പോകുന്നത് ഈ ട്രാക്കിൽ കൂടെയാണ്. അത്യാവശ്യം നല്ല ആട്ടമാണ്. എന്തായാലും ഇത്രയും പേര് ഇതിൽ കൂടെ പോകുന്നുണ്ട്. സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റിയില്ല. അതാണ് നമ്മൾ വന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്. ഈ മഴയെ അവഗണിച്ചും ഒരുപാട് ആളുകൾ കോട്ടിട്ടും കുടയുമായിട്ടും ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമ്മുടെ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ റോപ്പ് ഇങ്ങോട്ടേക്കാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ശില്പങ്ങൾ നമുക്ക് ഈ ഒരു വാട്ടർഫാൾ പാർക്കിൽ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് കുതിരകൾ നമ്മളെ വരവേൽക്കാൻ വേണ്ടി ഇവിടെ നിൽപ്പുണ്ട്. പല എക്സ്പ്രഷനിൽ നവരസങ്ങളുള്ള കുതിരകളാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് കയറിയൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. മഴയായതുകൊണ്ട് ആരും ഇരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരുപാട് മുമ്പേ കണ്ടതുപോലെയല്ല, ഇവിടെ ഒരുപാട് കുതിരകളുണ്ട്. മഴയായത് മാത്രമാണ് നമുക്ക് പറ്റിയൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മളൊരു ഫുഡ് കോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇവിടെ എല്ലാം സുവനീറുകളും ലാൻഡേണുകളും പൊട്ട ഇത്രയും വലിയ വെള്ളച്ചാട്ടവും ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണെങ്കിലും ഈ ഇടുങ്ങിയ വഴി കൂടെ വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനെന്നുള്ളതാണ് വ്യത്യസ്തമായ കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി ആ ഒരു വാട്ടർഫാളിൻ്റെ കാഴ്ച കാണാൻ വേണ്ടി പോവുകയാണ്. മഴയൊക്കെ പെയ്ത് ആകെ കുളമായി കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ആദ്യം താഴേക്ക് ഇറങ്ങിപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു വാച്ച് ടവർ പോലെ ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്നുള്ള കാഴ്ച നമുക്ക് ആദ്യം കാണാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത. താഴെ നിന്ന ആളുകൾ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാമെന്നുള്ളതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്തായാലും അവർണ്ണനീയമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച ഒരു രക്ഷയില്ല. നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇതിന് ഏതാണ്ട് 20 മീറ്റർ മാത്രമാണ് ഉയരമുള്ളത്, 40 മീറ്റർ വീതിയുമുണ്ട്. അതിരപ്പള്ളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ ഭംഗി അപാര ഭംഗിയാണ്. വെള്ളം പല തട്ടുകളിലേക്ക് താഴേക്ക് വീഴുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ താഴെ നോക്കി അറിയാം കീലിംഗ് റിവറിൻ്റെ അവസ്ഥ. വളരെ ഗർത്തങ്ങളും പാറക്കൂട്ടങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ കീലിംഗ് റിവറിന് ഇങ്ങനെ നിൽക്കുന്നത്. തായ്വാനിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷിഫൻ വാട്ടർഫാൾ. ഇവിടെ ഒരുപാട് പേർക്ക് നിൽക്കാനുള്ള വ്യൂ പോയിൻ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് ആരുമില്ല. ഇവിടെ നോക്കുമ്പോൾ നല്ല വിശാലമായിട്ട് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. നമുക്കിനി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് നമുക്ക് ചെല്ലാൻ പറ്റും. അതുകൂടെ കണ്ടിട്ട് ഷിഫൻ വാട്ടർഫാളിൻ്റെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഏതായാലും മഴ നനയാതിരിക്കാൻ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇതാണ് വാട്ടർഫാൾ ഒബ്സർവേഷൻ റൂട്ട്. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് വാട്ടർഫാൾ നമുക്ക് താഴെ നിന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെയൊക്കെ മരം കൊണ്ട് മൂടി നിൽക്കുന്നതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് കാഴ്ചകളൊന്നും സാധ്യമാകുന്നില്ല. നമുക്ക് ഇതുവഴി താഴേക്ക് ഇറങ്ങിച്ചെല്ലാം വാട്ടർഫാളിൻ്റെ ചുവട്ടിലേക്ക്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർഫാൾ തൊട്ട് മുന്നിൽ നിന്നാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഷിഫൻ വാട്ടർഫാൾ റെയിൻബോ വാട്ടർഫാൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലുള്ള സമയത്ത് ഇവിടെ എപ്പോഴും റെയിൻബോ നിത്യഹരിതമായിട്ട് കാണാൻ സാധിക്കും. വെയിലടിക്കുമ്പോൾ ഈ ഒരു മിസ്റ്റും ഈ ഒരു ആംഗിളും എല്ലാം കൂടെ കൊണ്ട്
ഭൂരിഭാഗം സമയത്തും ഇവിടെ റെയിൻബോ ഉണ്ടാവാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഈ മഴയത്ത് വൈകുന്നേരം വന്നതുകൊണ്ട് ഇവിടെ റെയിൻബോ ഇപ്പോൾ കാണാൻ സാധിക്കുകയില്ല. അത് നമ്മൾ സണ്ണി ഡേയ്സിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഇനി ഇവിടെയും കൂടെ ഇറങ്ങി ഇതിൻ്റെ താഴേക്കൂടെ ചെന്നിട്ട് നമ്മൾ ഈ ഒരു ഷിഫൻ വാട്ടർഫാളിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇതുവരെ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ വാട്ടർഫാളിൻ്റെ ചോട്ടി വരെ ചെല്ലാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയൊക്കെ നമുക്ക് മഴയൊക്കെ നനയാതിരിക്കാൻ വലിയ ഒരു ഷെഡ് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി താഴേക്ക് ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ഇറങ്ങി കാണാം. മഴയായതുകൊണ്ട് അവിടെ ഇറങ്ങിയാലും പ്രത്യേകിച്ച് കാഴ്ചയ്ക്ക് വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ നിൽക്കുന്നത് തന്നെ കാഴ്ചകളേ ഉള്ളൂ. താഴെ എൻട്രൻസിൽ തന്നെ ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും നന്നായിട്ട് ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നത്. എന്നാൽ ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ചോട്ടി വരുമ്പോഴാണ്. തായ്വാനിലെ ലിറ്റിൽ നയാഗ്ര ഷിഫൻ വാട്ടർഫാളിൻ്റെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.